എന്തായാലും പി വി അൻവർ വോട്ട് കട്ടർ ആയി മാറുകയാണ്. പി വി അൻവർ വോട്ട് കട്ടറായി മാറുന്നു. മുഹമ്മദ് ഷഹീദ് ഉണ്ട് പി വി അൻവറിന്റെ വീട്ടിൽ. ഷഹീദ്, വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇന്നലെ രാത്രിയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പി വി അൻവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഹാപ്പിയാണ്. ഇപ്പോഴും ഹാപ്പിയാണോ അൻവർ? അൻവർ ഹാപ്പിയാണ് എന്നുള്ളത് തന്നെയാണ്. അൻവറിന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അൻവറിന്റെ ഒതായിലെ വീട്ടിൽ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. അതായത് വഴിക്കടവ് പഞ്ചായത്തിൽ വലിയ വോട്ട്, അതായത് 2766 എന്ന വോട്ട്, അത് നല്ലൊരു ഫിഗർ തന്നെയാണ്. ആ ഫിഗറിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. വഴിക്കടവിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ വോട്ട് 3000 വോട്ട് പ്രതീക്ഷിച്ചു. ആവേശം നൽകുന്നതാണോ? നല്ല തുടക്കത്തിൽ നിരാശ ഉണ്ടായിരുന്നു? ഇല്ലല്ല, ഒരു നിരാശയില്ല. എന്തായാലും 3000 വോട്ട് നമ്മൾ പ്രതീക്ഷിച്ചു. അത് മുകളിൽ പോകും. രണ്ടുപേരുടെയും വോട്ട്, LDF ന്റെ UDF ന്റെ വോട്ട്, രണ്ട് വോട്ടും പിടിക്കും. അതായത് എഴുതി തള്ളാൻ കഴിയുകയില്ല അൻവറിനെ എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് ആദ്യ 2 റൗണ്ട് വഴിക്കടവ് പഞ്ചായത്ത് വളരെ നിർണായകമാണ്. വലിയ വോട്ടേഴ്സ് ഉള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ തന്നെ വലിയ 2 റൗണ്ടിൽ തന്നെ 2800-ലധികം വോട്ടിലേക്ക് അൻവർ പോയിരിക്കുന്നു എന്നുള്ളത് രണ്ട് മുന്നണികളുടെയും നെഞ്ചിടിപ്പ് ഏറ്റുന്നത് തന്നെയാണ്. അതായത് ഇനി അങ്ങോട്ട് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഏത് വോട്ടുകളായിരിക്കും അൻവർ കൂടുതലായി പിടിക്കുക? അതായത് അൻവർ വോട്ട് പിടിക്കുമെന്ന് ഉറപ്പായി. 1447 ഉയരുന്നു. അതായത് മൂന്നാമത്തെ റൗണ്ട് പുരോഗമിക്കുമ്പോൾ 1447 വോട്ടായി ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് ഉയർന്നു. 3 റൗണ്ട് കഴിയുമ്പോൾ പക്ഷേ UDF പ്രതീക്ഷ 3000-ലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഉദ്ദേശിച്ച ഭൂരിപക്ഷത്തിലേക്ക് വരില്ല. UDF സംബന്ധിച്ച് കുറച്ച് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് 2 റൗണ്ട് പിന്നിടുമ്പോൾ വരുന്നത്. ആദ്യത്തെ റൗണ്ടിൽ അവർ പേടിച്ചു പോയി. 419-ലേക്ക് ലീഡ് കുറഞ്ഞപ്പോൾ, എന്നാൽ 820 വോട്ട് രണ്ടാമത്തെ റൗണ്ടിൽ ലീഡ് എടുത്തതോടുകൂടി UDF കുറച്ച് ആശ്വാസത്തിലാണ്. ആശ്വാസകരമായ സ്ഥിതിയിലേക്ക് UDF ഇപ്പോൾ എത്തുമ്പോഴും ഈ ഘട്ടത്തിൽ വോട്ട് കട്ടറായി മാറുന്നു പി വി അൻവർ എന്ന് തന്നെയാണ് വളരെ 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 പ്രധാനം. വഴിക്കടവിൽ വോട്ട് പിടിക്കുന്നു. നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്, നിലമ്പൂരിന്റെ വിധിയെഴുത്ത് എന്നത് കൃത്യമായി മനസ്സിലാക്കാം. വഴിക്കടവ് അത്രമേൽ നിർണായക സ്വാധീന ശക്തിയുള്ള മേഖലയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വോട്ടുകൾ എന്ത് എന്ന് ഉറ്റുനോക്കുകയാണ് ഓരോ മുന്നണികളും. കൃത്യമായ രാഷ്ട്രീയ ചർച്ചകൾ കണക്ക് വെച്ച് ഓരോ ബൂത്തിലും വെച്ചുള്ള കാര്യങ്ങൾ ചർച്ച സ്വാഭാവികമായും മുന്നണികളുടെ ക്യാമ്പുകളിൽ ഉണ്ടാവുകയാണ്. ഓരോ നമ്പറും മാറി മാറി ഉദ്യോഗത്തോടു കൂടി തന്നെ നോക്കിക്കാണുകയാണ്.